Venue of My Business, My Future, and inviting yet another business tycoon onto the stage, Mrs. Vardhini Prakash, Executive Director of Kalyan Hypermarket. Mrs. Vardhini Prakash, Executive of Kalyan Hypermarket, is an MBA graduate in Human Resource Management and a proud alumnus and first rank holder from Loyola College, Trivandrum. Kalyan Hypermarket can be termed as the baby of Kalyan Silks and has joyfully completed 6 successful years and is now embarking on its 7th year. She has won the Best Woman Entrepreneur Award 2019 by John Mathai Center affiliated to Calicut University, and October 2008 News 18 Network recognized Kalyan Hypermarket as the best retailer in Kerala, and she is also being selected as the Best Women Entrepreneur of the Year 2023 by the Chamber of Commerce, Thrissur. Welcome, madam, onto this auspicious venue of My Business, My Future. And now over to the moderator. Okay, straight away, question to, no warming up questions, straight away into business. The hypermarket scene, everybody looks at shopping in a hypermarket as a wonderful experience, or they want to go. The summer vacation, we've seen every hypermarket being filled with kids and families. What is Kalyan Hypermarket's USP when it comes to experience for a shopper? A very good morning to one and all. And at the very outset, let me thank Rotary Club of Calicut Cyber City branch ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനും അതിൽ എന്നെ ഒരു ഭാഗമാക്കിയതിനും. And now to your question, sir. എല്ലാ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സും ആഗ്രഹിക്കുന്ന പോലെ ആളുകൾ ജനങ്ങൾ തിങ്ങിത്തിരിങ്ങി വരണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പം വെറുതെ ഒരു ഹൈപ്പർ മാർക്കറ്റും ഓഫറുകളും വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരത്തില്ല. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇസ് സീൻ എവ്രിവെയർ. സോ വാട്ട് വി ഡു ഇസ് എവ്രി മന്ത് നമ്മൾ ഓരോ ഇൻറ്ററാക്റ്റീവ് സെഷൻസും ഒരു നെറ്റ്വർക്കിംഗ് സെഷൻസ് ഇങ്ങനെ പലതുമായിട്ട് വെക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ബിക്കമിങ് എ ഹാപ്പനിങ് പ്ലേസ്. ഇപ്പം കാലിക്കറ്റ് ഫോർ ഇൻസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ. മെയ് 1 മുതൽ 5 വരെ ഞങ്ങളൊരു കിഡ്സ് കാർണിവൽ നടത്തി. സോ ദാറ്റ് ഒരു 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കുട്ടികൾക്ക് ഞങ്ങളൊരു ഫ്രീ ഓപ്പൺ സ്റ്റേജ് കൊടുത്തു. അതിൽ അവർക്ക് എന്ത് വേണമെങ്കിലും പെർഫോം ചെയ്യാം. പിന്നെ ഈ 5 ദിവസങ്ങളിൽ നമ്മൾ ഓരോ ക്രാഫ്റ്റ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. സോ ഈ കുട്ടികൾ വരുമ്പോഴത്തേക്കും അവരുടെ പേരൻസും വരണമല്ലോ. സോ ബേസിക്കലി ഇറ്റ് ബിക്കംസ് എ നെറ്റ്വർക്കിംഗ് ഏരിയ. അതായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തത്, സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് കാലിക്കറ്റ്. അതല്ലാണ്ട് ആർ മെയിൻ പ്ലേസ് ഇസ് ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ഇസ് ഇൻ ട്രിച്ചൂർ. അവിടെ നമ്മൾ എല്ലാ മാസവും we are doing many things, and when you talk about our USP, what we feel is, being ladies in this field, what we feel is വലിയ MNCs കമ്പനിയാണ് ഈ ഒരു സെക്ടർ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളിപ്പം അവരുടെ സാധനം എടുത്താലും എടുത്തില്ലെങ്കിലും അത് പ്രൊമോട്ട് ചെയ്തത് കൊണ്ട് അവരുടെ സ്റ്റാറ്റസ് ഒന്നും വളരാൻ പോകുന്നില്ല. അവർ ഓൾറെഡി ഒരു ലെവൽ എത്തിക്കഴിഞ്ഞു. So ours is just a very small contribution. So instead, when we are able to promote നമ്മുടെ ചുറ്റുവട്ടം ഇരിക്കുന്ന ആ ചെറിയ ഓൺട്രപ്രണേഴ്സിനെ അവർ ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അവരുടെ ഗ്രോത്ത് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുന്നു. സോ അതാണ് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. സോ ഇൻഫാക്റ്റ് നമുക്കൊരു more than 50 വിമൻ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അവർ വീട്ടിൽ തന്നെ ഓരോ സാധനം ചെയ്തിട്ട് where they put their heart and soul into it. So we can see the growth in them, which really makes us feel happy. Okay, wonderful. Which actually means that you source products from the local traders and producers. Yes, right from the vegetables, because for example, if I again take Thrissur as a place, suburbs of Thrissur, you have lot of ഈ ഫാമേഴ്സും കർഷകരൊക്കെ ഒരു കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ മേജർ നമ്മുടെ നാടൻ വെജിറ്റബിൾസ് എന്ന് പറയില്ലേ, അതൊക്കെ നമ്മൾ മെയിനായിട്ട് അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. In fact, there was an article about that a month back in Mathrubhumi also, about how we supported all those. അവർക്ക് കുറേ ഓൾമോസ്റ്റ് 10 ടണ്ണോളം പടവലങ്ങ അവർക്ക് വേസ്റ്റായി, എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞില്ല. സോ ഹൗ വി പർച്ചേസ് ദാറ്റ് ഫ്രം ദം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ തന്നെ ഉണ്ടായിരുന്നു. Wonderful. How has technology played
affected or rather positively or negatively, whichever way, in your particular field? Sir, that's a very, very wide question. Because technology എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇസ് ഓൾസോ ദെയർ. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഓൺലൈൻ മാർക്കറ്റ്സ് എവറിത്തിങ് ഇസ് ദെയർ. സോ ഐ തിങ്ക് ഇത് രണ്ടത്തിൻ്റെയും ഇതിൽ അറ്റ് ഫസ്റ്റ് ഐ വിൽ ഗോ ടു ദി ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇനിഷ്യലി ഇൻഫാക്ട് കോവിഡ് സമയത്ത് വി റിയലി ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ദി ഓൺലൈൻ പ്ലാറ്റ്ഫോം ബിക്കോസ് ഞങ്ങളായിരുന്നു കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ഫ്യൂ ഹൈപ്പർ മാർക്കറ്റ്സ് ഹു ഹാഡ് ഓൺലൈൻ ഡെലിവറി ആൻഡ് എ വെബ്സൈറ്റ്. അപ്പം അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന സാധനത്തിൽ വൺ ഫൈൻ ഡേ വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഹൺഡ്രഡ്സ് ഓഫ് ഹിറ്റ്സ്. അങ്ങനെ അതിനെ ക്രാഷായി. അപ്പം അതുവരെ സി ദ തിങ് ഇസ് ഇറ്റ് ഇസ് നോട്ട് ദ പീപ്പിൾ വെർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. അവർക്ക് യൂസ് വരുമ്പോൾ മാത്രമേ അതവർക്ക് ഓർക്കുന്നുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് ദാറ്റ് വാസ് ആക്ച്വലി എ ബൂമിങ് ഹിറ്റ് ആൻഡ് വി വർ ഹാപ്പി ദറ്റ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് കൊണ്ട് വി ഗോട്ട് ദറ്റ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. Then came this Swiggy, Insta, and all the rest of the things. I'm not naming it, the rest of the things. പക്ഷെ അതൊന്നും കാര്യമായിട്ട് കേരള മാർക്കറ്റിൽ അതൊന്നും കാര്യമായിട്ടൊരു അതും ഈ ഹൈപ്പർ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ മേ ബി ഇൻ ഫുഡ് സെഗ്മെൻറ്റ് യെസ്, സ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് സെഗ്മെൻറ്റ് യെസ്, പക്ഷെ ഒരു ഹൈപ്പർ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ അങ്ങനത്തെ ഒരു പെനിട്രേഷൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ബേസിക്കലി ബിക്കോസ് നമ്മൾ ആദ്യം മുതലേ പഠിച്ച മാതിരി man is a social animal എന്ന് പറഞ്ഞത് മാതിരി they want a platform where they can come see a few people. കുറച്ച് 4 ആളുകളെ കാണുക, സംസാരിക്കുക, അവർക്ക് കുറച്ച് കുശുമ്പ് പറയുക, ഇതൊക്കെ പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം ഒരു പെനട്രേഷൻ ഉണ്ടായിട്ടില്ല. ബട്ട് ആമസോൺ ഡിഡ് ഹാവ് അവരുടെ കുറച്ച് 2-3 വർഷം മുന്നേ സെയിലൊക്കെ ഇട്ടപ്പം അതും ഇപ്പം നമുക്ക് നന്നായിട്ട് കുറയാൻ തുടങ്ങി. ബിക്കോസ് വാറൻറ്റി ഇഷ്യൂസ് അങ്ങനത്തെ ഓരോന്ന് വരുമ്പോഴത്തേക്കും പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ഫേസ് ദറ്റ് പ്രോബ്ലം. സോ ഇപ്പം അങ്ങനെ വരാൻ തുടങ്ങി. ബട്ട് എഗെയിൻ വിത്ത് ഡിജിറ്റൽ മീഡിയ ദ പ്രോബ്ലം ഇസ് ഡിജിറ്റൽ മീഡിയ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വിധി പറയുക എന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പേപ്പറിൽ കണ്ട ഒരു കാര്യം മനസ്സിലായി കാണും. ഒരു 7 മാസത്തെ കുട്ടീനെ അമ്മ ടെറസിലിട്ടു. ഫൈനലി ദറ്റ് അമ്മ ഹാഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ബിക്കോസ് ഓഫ് ദ പ്രൊട്ടസ്റ്റ് ദറ്റ് ഷീ സോ. ദ തിങ് ഈസ് അവർ ഒരു സൈഡ് മാത്രമേ കേൾക്കുന്നുള്ളൂ. മറ്റേ സൈഡ് എന്താണ് സംഭവിച്ചതെന്ന് അവർ അറിയാനും താല്പര്യപ്പെടുന്നില്ല. അവരൊരു മൂഢവിശ്വാസത്തിൽ ഇങ്ങനെ ഇരുന്ന് പഴിചാരിയാണ്. സോ ആ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ബിക്കം മോർ literate and they should be more rational to think what would have happened rather than just blasting over it. പക്ഷേ another good thing of digital media is that people have become aware of various products, their uses. അങ്ങനത്തെ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും it is really good. I think I have answered your question. Yes, to a large. This is primarily to do with you being in a leadership position. What skills should somebody who aspires to be in your seat, what are the at least 2 or 3 of them most important skills that one should acquire over a period of time if they aspire to be in this leadership position? The thing is, ഞാൻ ഈ ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡിൽ വന്നത് വളരെ വളരെ യാദൃശ്ചികമായിട്ട് വന്നൊരു സംഭവമാണ്. We were not, or rather our entire family was not willing to ബിസിനസ് നോട്ട് വരുത്താനായിട്ട് അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ദ പ്രോബ്ലം ഇസ് മൈ ഫാദർ ഇൻ ലോ കുറച്ചുകൂടി വിശാല മനസ്കനായിരുന്നു. ആളൊരു പുതിയ വേർട്ടിക്കൽ തുടങ്ങി, കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് തുടങ്ങുമ്പോഴും ഞങ്ങൾ അതിൻ്റെ അകത്ത് വരും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയോ ഒരു ഹോപ്പ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഇവർക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് മോർ വിമൻ ഓറിയൻറ്റഡും ഹൗസ് ഹോൾഡ് ഡേ ടു ഡേ ഇതായതുകൊണ്ട് അവർക്ക് സിൽക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കോൺസെൻട്രേഷൻ ഇതിൽ വേണ്ടി വരാൻ തുടങ്ങി. ദെൻ ദേ സെഡ് ഓക്കെ യു പീപ്പിൾ പ്ലീസ് ടേക്ക് ഓവർ ഇറ്റ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ബീൻസും പയറും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും അറിയാൻ പറ്റും. ഞങ്ങൾക്കതൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഉരുളക്കിഴങ്ങും തക്കാളിയും വിറ്റോളൂ, ഞങ്ങൾ പട്ടുസാരി വിറ്റോളാം എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ തലയിൽ ഇത് ഏൽപ്പിച്ചത്. അപ്പം ഇത് ഏൽപ്പിക്കുമ്പം സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ ആദ്യത്തെ 6 മാസം ഞാനൊരു കസ്റ്റമർ കെയറിൻ്റെ ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വരുന്നവരുടെ അവർക്ക് എന്താ വേണ്ടിയിരിക്കുന്നത്, അവരെങ്ങനെയാണ് അവർ ചോദിക്കുന്ന സാധനം, അതിന് നമ്മുടെ സ്റ്റാഫ് എന്ത് മറുപടിയാണ് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു കൺവിൻസ് ആൻഡ് പ്ലീസ് എ കസ്റ്റമർ. ഇഫ് യു വാണ്ട് എൻ എക്സ് ബ്രാൻഡ് ഓഫ് ആട്ട, യു ഗിവ് ദം എ വൈ ബ്രാൻഡ്, ദേ ആർ നോട്ട് ഹാപ്പി. അവർക്ക് ചോദിച്ച സാധനം തന്നെ കിട്ടണം.
നമ്മളിപ്പോൾ ഒരു തുണിക്കടയിൽ പോവുകയാണെങ്കിൽ ഒരു പച്ചസാരി കാണിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു കളർ കാണിച്ചിട്ട് പറയും ഇതാണ് പുതിയ ട്രെൻഡ്, ഈ വർക്കാണ് പുതിയ ട്രെൻഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീഴും. പക്ഷെ ഇതിൽ ആളുകൾ വീഴ്ത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പെഷ്യലി മെന്നാണ് വരുന്നതെങ്കിൽ ലിസ്റ്റും കൊണ്ട്, ബിക്കോസ് അവർ വേറെ മറിച്ച് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോയാൽ കഴിഞ്ഞു അവരുടെ ദിവസം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ പിന്നെ കുറേ ആവശ്യങ്ങൾ ആളുകളുടെ അതിൽ ചെറിയ 1-2 കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങ പൊതിക്കുന്ന ആ പാരായോ വാട്ട് എവർ യു കോൾ ഇറ്റ്, അത് അങ്ങനത്തെ കുറേ കാര്യം നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ആളുകൾ പറയുന്നത് എന്നാൽ ഇതൊക്കെ ഇവിടെ വെച്ചുകൂടെ, ഇതൊന്നും ഇവിടെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല, ഇതിനൊക്കെ ഞങ്ങൾ വേറെ പല സ്ഥലത്തും പോയേണ്ടിയുണ്ട്. അപ്പം അങ്ങനെ പേഷ്യൻറ്റ് ഹിയറിങ് അതാണ് മെയിനായിട്ട്. ആൻഡ് ഈ ഒരു കാര്യം പറയാൻ അവരൊരു 1/2 മണിക്കൂർ എടുക്കും. അവരുടെ വീട്ടിലത്തെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് പറയുള്ളൂ. പക്ഷെ പേഷ്യൻറ്റ് ഹിയറിങ് അവരുടെ 1/2 മണിക്കൂർ കേട്ടത് കൊണ്ട് നമുക്കൊരു പോയിൻ്റ് ആയിരിക്കും കിട്ടുക. നമ്മുടെ ഇപ്പോഴത്തെ ഒരാൾക്ക് പോലും അതില്ല. ആർക്കുമേ പേഷ്യൻറ്റ് ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന പൈസയൊക്കെ നമ്മുടെയാണെന്ന് തോന്നിപ്പോവും. ഒരു ദിവസം ഇന്ന് വരുന്ന സെയിലിൻ്റെ പൈസയൊക്കെ നമ്മുടെയാണെന്ന് തോന്നിപ്പോവും. അതിന് നമുക്കുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരമൊന്നും ഇപ്പോഴത്തെ ആളുകൾക്കൊന്നുമില്ല. ആൻഡ് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പോയി എനിക്ക് പറയാം, ഇപ്പോൾ ഹിന്ദിക്കാരാണെങ്കിൽ എൻ്റെ ഒരുമാതിരി സ്റ്റാഫൊക്കെ ഹിന്ദിക്കാരാണ്. അപ്പോൾ ഹിന്ദിക്കാരാണെങ്കിൽ നമുക്ക് പറയാം ആദ്യം പോയി അവരൊരു ഫോൺ മേടിക്കും, അടുത്തത് മേടിക്കുന്നൊരു ഷൂ ആണ്, അവരെക്കാൾ വലുപ്പത്തിലുള്ളൊരു ഷൂ. സോ ബേസിക്കലി പീപ്പിൾ ആർ ലുക്കിംഗ് ഇൻ ടു ലക്ഷൂറിയസ് തിങ്. ആദ്യം പൈസ കിട്ടിയ വഴിക്ക് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്ലാനിങ്ങേ ഇല്ലാത്തൊരു ജനറേഷനാണിത്. സോ ആൻഡ് നമ്മുടെ വേറൊരാൾ ചെയ്യുന്നത് നോക്കി മഞ്ഞളിച്ച് നമ്മൾ അതിലോട്ട് പോയിട്ട് കാര്യമില്ല. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും ഇസ് ഇറ്റ് അപ് ടു അവർ ആപ്റ്റിറ്റ്യൂഡ്, ടാലൻറ്റ്, നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണോ നമ്മൾ ചെയ്യുന്നത്. അപ്പുറത്തെ വീട്ടിലൊരാൾ അത് തുടങ്ങി അത് സക്സസ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മളും ചെയ്ത ഒരു കാര്യവുമില്ല. പിന്നെ അത് ഗ്രൗണ്ട് വർക്ക് ചെയ്ത് കേൾക്കാനുള്ള പേഷ്യൻസ്, അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അതാരാണെങ്കിലും ഗിവ് ദം എ സ്മൈലിംഗ് ഹിയറിംഗ് ഇയർ, ചിരിച്ചുകൊണ്ട് കേൾക്കുക. പറയുന്ന പൊട്ടത്തരാന്ന് അവർക്കും അറിയാം നമുക്കും അറിയാമായിരിക്കും, പക്ഷെ അതൊന്ന് സമാധാനമായിട്ട് കേൾക്കുക. പിന്നെ കിട്ടുന്ന കാശ് മൊത്തം നമ്മുടെയാണെന്ന് വിചാരിക്കരുത്. ഇതായിക്കഴിഞ്ഞാൽ I think that is the basic stepping stone to any entrepreneurial journey. Wonderful, wonderful. Thank you. So, to sum it up, listening skills and financial discipline. Definitely. Definitely. Wonderful. Thank you so much.